നീ അവള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. നാട്ടുകാരുടെ വായന കേൾക്കുന്നതിൻ്റെ അത്ര ഒന്നും പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ ഇത് ശീലമായി. മോളെ എന്തോ നീ പണ്ട് ഒരുപാട് സഹിച്ചിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം നിന്റെ തീരുമാനമായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ നീ അനുഭവിക്കുകയും ചെയ്തു. ഇനി ചന്തുവിൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. അവന് ഒരു കുഴപ്പത്തിനും പോകാൻ ഞാൻ നോക്കിക്കോളാം. പോരെ? ആ പിന്നെ മോളെ, അവനിപ്പോഴും ആ പഴയ ചുവന്ന ഗുളി കഴിക്കാറുണ്ടോ? ചുവന്ന ഗുളിയോ? നമ്മുടെ ഉഷയിറ്റയില്ലേ, ഉഷയിറ്റ ഇങ്ങനെ ആ ബസ് ബസ് എന്ന് പറയായിരുന്നു. ചുവന്ന ബസ് വന്നാലും ഞാൻ നോക്കിക്കോളാം. ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഡീലൊക്കെ ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ്. നീ തീറ്റിട്ടില്ലടാ? പിന്നെ ഞാനേ വീട്ടിലൊന്ന് പോയിട്ട് വരാം. ഹലോ ചേട്ടാ, ഞാൻ വീട്ടിലെത്തി. എടീ, അതെ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. നിന്റെ യാത്രയ്ക്ക് സുഖമായിരുന്നില്ലേ? അവൻ അവിടെ ഓക്കെ അല്ലേ? അവവിടെ ഡബിൾ ഓക്കെ അല്ലേ? അമ്മായിയും പിള്ളേരായിട്ടായി കളിച്ചിരിക്കുക ജോളിയായിട്ടിരിക്കുകയല്ലേ? നിനക്കെന്താ ടെൻഷൻ? പിന്നെ ഉഷച്ചിറ്റയെ ഞാൻ വിളിച്ചിരുന്നു. അവർക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ വേറൊരു കുഴപ്പമില്ല. അവന് ഞാനല്ലാതെ ആരും സ്നേഹിച്ചിട്ടില്ല, നിങ്ങളടക്കം. അതെ ഞാൻ എടാ നീ ഇതൊരകത്ത് കയറിയില്ലേ? അവളാ ഇന്ന് ഞാൻ. നീ വന്നേ, ബാഗ് എടുത്തേ, വാ കയറി വാ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും നൈസായിട്ട് അകത്ത് കയറി വന്നാൽ മതി. ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. ചിലയിടങ്ങളിൽ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് പിടിയടാ. ഇതാണ് എൻ്റെ മുറി. ഇനി ഒരു നമ്മളെ മുറി. ജോലി പോയതിന് ശേഷമേ ഞാൻ ഇവിടെയാണ് കിടക്കാറ്. ജോലി പോയാ? പിന്നെ ജോലി പോവാതെ കുടുംബശ്രീക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ഇപ്പം കാണിച്ചില്ല. ഞാനെടുത്ത് മറിച്ചടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ പേര് കള്ളക്കേസ് എടുത്താണ് അവന്മാരെൻ്റെ ജോലി കളയിച്ചത്. ആയി എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സത്യം തെളിയിക്കാൻ നോക്കിയില്ലേ? ഓ, അതിന് മുമ്പ് അവന്മാർ തെളിയിച്ച്. അവിടെ CCTV ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതോടെ അതിൻ്റെ അമ്മായിയുടെ കുടുംബശ്രീയിലെ പ്രസിഡന്റ് സ്ഥാനം പോയി, എൻ്റെ ഈ വീട്ടിലെ സ്ഥാനം പോയി. കൂജേരി വെള്ളം ഇരിപ്പുണ്ട്. സാധാരണ രാത്രി ഞാൻ ഇവിടെ അല്ല കിടക്കാറ്. പാറപ്പടല്ലേ ലക്ഷങ്ങളെ മീൻ ഇറക്കിയിട്ടേക്കണേ. ഞാൻ ചെന്ന് അവിടെ കാവൽ നിന്നില്ലെങ്കിൽ വല്ലവന്മാർ വന്ന് കോരിക്കൊണ്ടു. എല്ലാം മുടിഞ്ഞ കളമാരാ. മൂന്ന് പേർക്ക് വെച്ച് വിളമ്പുന്നത് പോരാഞ്ഞിട്ടാ തള്ളിക്ക് ബോധം പൊക്കണമില്ലാത്ത ഒരുത്തിനെയും കൂടെ കൊണ്ടുവന്നേക്കുന്നത്. എല്ലാത്തിനും കൂട്ടിയിട്ട് ഞാൻ കത്തിക്കും. കോപ്പ് കത്തുന്നുമില്ല. ഞാൻ വീട് ഇനി ഇവിടെ ഇങ്ങനത്തെ ഭാഷന്മാരോട് നടക്കത്തില്ല കേട്ടോ. മാന്യമായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ കൊള്ളു പഠിപ്പിച്ചതിന്റെ ചന്തിക്കുമൊക്കെ ഞാൻ. അമ്മയ്ക്കിത് എന്താ പറ്റിയേ? തലയ്ക്ക് ഓളം കെട്ടിയവനെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചു ബാക്കിയുള്ളവർ മനസ്സമാധാനം പോയി. അതെ ഈ കോലത്തിൽ എങ്ങോട്ടാ പല്ല് പിന്നെ അമ്മ ആ വണ്ടി ഇവിടെ നിർത്തിയാൽ മതി. അതെ ഇന്ന് മുതൽ 2 ഹിന്ദിക്കാരെ കൂടെ പണിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ആ ഓടാ ആശാനെ മീൻ കൊണ്ടോണല്ലേ. വാളക്കൂരി കിട്ടിയപ്പോ തന്നെ ആശാൻ വേണ്ടി മാറ്റി വെച്ചാണ്. കറി വെച്ചിട്ട് 2 വർഷം ഞാൻ കൊണ്ടുവരണം കേട്ടാ. ശരി ശരി ശരി. ആ വിട്ടോ വിട്ടോ. പോരട്ടെ പോരട്ടെ പോരട്ടെ. മഞ്ജുവിന്റെ നൈറ്റ് എടുത്തിട്ടുണ്ട്. കാലക്ക് നന്നായിട്ടുണ്ട്. മാന്യമായ വസ്തു.
എന്തേ? അല്ല, അമ്മയ്ക്കില്ലാത്ത വകതിരിവും ബഹുമാനമൊക്കെ എൻ്റെ മക്കൾക്ക് ഉണ്ടെന്ന് പറയായിരുന്നു. പിന്നെ സ്വന്തം വീട്ടിൽ ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടാൻ പറ്റാത്തയാണല്ലോ വകതിരവും ബഹുമാനവും. അപ്പൊ ഇത് അമ്മയുടെ തീരുമാനമായിരുന്നു. ഹൈ! അമ്മയുടെ തോറ്റന് അച്ഛനെ മിച്ചത്ത് കേട്ട് കാര്യമുണ്ട്. സ്കൂളിലേക്ക് കുറെ ദൂരമുണ്ടോ? അതെ, സ്കൂളിൽ ചെന്ന് ഞങ്ങളുടെ ബന്ധുവാണെന്നും ഞങ്ങളുടെ വീട്ടിലെ താമസമൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഈ കൂട്ടത്തിലുള്ള നടത്തം അതങ്ങ് ഒഴിവാക്കിയത് പടി. ഓരോ മാരണങ്ങള് പിന്നാലെ വന്നോളൂ. ആളെ വേണ്ടത്ര മനസ്സിലായില്ല. എന്തേ അച്ഛനെ കാണല്ലേ? അച്ഛൻ വരണ്ടേനി. അച്ഛനല്ലേ ഇപ്പം അകത്തോട്ട് കയറി പോയത്. പോയി കാണണ്ട, എന്നിട്ട് കിട്ടുന്ന കൈനീട്ടം മേടിച്ചോ. ഫാദർ, വാ വാ. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. മനസ്സിലാക്കി തരാം. ബാലൻ സാറ് തന്ന ലെറ്റർ. അതൊക്കെ നിന്റെ കയ്യിരിക്കട്ടെ. നീ ആദ്യം ഇതിലേക്കൊന്ന് ഒപ്പിട്ടെ. ബാലൻ എന്നോടെല്ലാം പറഞ്ഞു. ഇത് പള്ളി സ്കൂളാണെന്ന് വിചാരിച്ച് നിന്റെ കയ്യിലിരിപ്പെങ്ങാനും ഇവിടെ എടുത്താൽ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വാ, ടി സി അന്ന് വിടും എന്ന പരിപാടിയൊന്നുമില്ല. ദേ, ഈ മൂലയിലിട്ട് ഇടിച്ച് ഞാനങ്ങ് തീർക്കും. അതിന് നിനക്കൊരു പരാതിയില്ല. ചെല്ല്. പേടിച്ചടപ്പ് തെറിച്ചെന്ന് തോന്നണല്ല. അച്ഛൻ അങ്ങനെയാണ്, ആരെ കിട്ടില്ല ആദ്യം ഒന്ന് അങ്ങോട്ട് വിറപ്പിക്കും. അങ്ങേരെ ദൈവവിളി ഉണ്ടായിട്ട് പോയിട്ട് അച്ഛനായതൊന്നുമല്ല. നാട്ടിൽ അറാമ്പറപ്പ് സഹിക്കാൻ പറ്റാതെ അങ്ങേരുടെ പരിഞ്ഞപ്പ കൊണ്ടുപോയി ലോഹ കയറ്റിയതാണ്. അച്ഛനാണെന്ന് പറയാന്നുള്ള വെറും അറുകയാണ് അയാള്. നീ നല്ലോണം നിന്നാ നിനക്ക് കൊള്ളാം, അല്ല അങ്ങേറെ ഇടികൊണ്ട് തൂറും നീ. ചേട്ടാ, ഞാൻ അവിടെ ഇടിക്കാൻ വന്നല്ല, പഠിക്കാൻ വന്നാണ്. രണ്ടിനായാലും. അപ്പൊ ഈ വരുന്ന ആർട്സ് ഫെസ്റ്റിവലില് എല്ലാത്തിനും പേര് കൊടുക്കണം. സമ്മാനമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ന്യൂ അഡ്മിഷൻ ഉണ്ട്. ആ, ചന്തു അല്ലേ? അച്ഛൻ പറഞ്ഞായിരുന്നു. വാ, കേറി പോയി. ഡിയർ സ്റ്റുഡൻസ്, ഇത് ചന്തു, നമ്മുടെ ക്ലാസ്സിലെ പുതിയ അഡ്മിഷനാണ്. പള്ളുരുത്തിക്കാരനല്ലേ? ആ, അച്ഛൻ മരിച്ചതുകൊണ്ട് പഠിത്തം പാതി വഴിയിൽ മുടങ്ങിയ ചന്തു നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ്റെ കാരുണ്യത്താലാണ് ഇവിടെ വീണ്ടും പഠിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചന്തുവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അവിടെ പോയിരുന്നോളൂ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ടീനാൻ ഗ്രൂപ്പിന്റെ ഡാൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. നോക്കണ്ട, ഈ പൊക്കം വെച്ചിട്ട് ഇവിടെ ഇരിക്കണെങ്കിലേ ഊഹിക്കാലോ, കയ്യിലിരിപ്പിച്ചിട്ട് പെശക. നമുക്ക് ഇന്നലെ പഠിപ്പിച്ചതിന്റെ ബാക്കി അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ? സാറേ, ഇന്ന് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ശരി, എന്നാലും പേനയും പേപ്പറും. പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പരീക്ഷ ഇട്ടില്ലെങ്കിൽ വെറുതെ ആവില്ലേ? ഈ പുള്ളി അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന. ചന്തു എക്സാം എഴുതണ്ട, ഇന്ന് വന്നല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും റെഡിയായി. നിങ്ങളൊന്നും പരീക്ഷ എഴുതല്ലേ? ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആരെങ്കിലും പരീക്ഷ എഴുതി പാസ്സായ ചരിത്രം നീ കേട്ടിട്ടുണ്ടോ?
ഇവിടെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, സിനിമ നടൻ, സംവിധായകൻ, അങ്ങനെയൊക്കെയാണ്. നിനക്ക് പഠിച്ചുള്ള ഡോക്ടർ എഞ്ചിനീയർ ആണെങ്കിൽ നീ പോയി ഫ്രണ്ട് ആയിരുന്നു. ഇവിടെ പറ്റത്തില്ല. അവൻ എവിടെയും പോകുന്നില്ല. ക്വസ്റ്റ്യൻ കണ്ടോ? ആ സർ. സ്റ്റാർട്ട് ചെയ്തോ. പരീക്ഷ എഴുതിയിട്ടും പേപ്പർ കിട്ടാത്ത മഹാമാരൊന്ന് എഴുന്നേറ്റേ കാണട്ടെ. ഹാ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ കണ്ടപ്പോ എനിക്ക് കുളിര് കോരിട്ട് മേലായിരുന്നു. നമ്മുടെ ക്ലാസ്സിലെ അഭിമാന സ്തംഭങ്ങൾ. അപമാനമൊന്നല്ലേ പറയുന്നത്? അടിച്ചത് കോപ്പിയാന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെയാ കൂട്ടത്തിൽ ആരാ ഇവിടെ ഒന്ന് എഴുതണേ? ഓക്കെ ഫൈൻ. ലാസ്റ്റ് ബെഞ്ചിന്റെ മാനം കാത്തിട്ട് വരാം. നീ അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പോണു? സാറേ, ഞങ്ങൾ ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ സാറിന് ഇനി കുളിര് കോരും. ഇത് ഇവിടെ സ്ഥലം കൊടുത്തതിന് ചന്തുവിന്റെ സംഭാവനയാണ്. ചെയ്തത് കള്ളത്തരാണെങ്കിലും നിങ്ങളുടെ സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ, മൂന്നവിടെ ഇരുന്നോ. പുറത്താക്കിയില്ലല്ലോ. അപ്പോഴേ നാളെ പഠിപ്പിച്ച എന്നില്ലടാ. 4-5 കൊല്ലോടി ആയത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അരെ പയ്യ, ഇതുവരെ ഉണ്ടായി കഴിഞ്ഞില്ലേ? നീയാണോ ടീന ക്ലാസ്സിലെ പുതിയ ഇറക്കുമതി? പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോക്കണം. അവളെ പുറകെ നടക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. മോനെ ടെനി, നിന്റെ മറ്റേ കൈ കൊണ്ട് ഓടിച്ചാലേ പിന്നെ നിനക്ക് കുണ്ടി അയക്കാൻ പറ്റില്ല. നീ വന്ന് എഴുതിത്തടാ. എന്തേ കാണാട്ടാ? കാണിക്കാടാ. എന്താ കാണണ്ടേ? ബോസിന് അടി വാങ്ങാൻ വന്നേക്കോ. അവനൊരു വേട്ടാവളിയാണടാ. നീ അധികം ഒറ്റയ്ക്ക് നടക്കണ്ട കേട്ടോ, ഗ്യാങ്ങിൽ നിന്നാ മതി. അവൻ ആ ടീനിലുള്ള പ്രേമം കൊണ്ടുള്ള ക്രിമിനടിയാ. നീ കാര്യമൊക്കെ ഒന്നും വേണ്ട. ടീനെ എന്താടത്? നന്നായിട്ടില്ലേ? ഇല്ലേ? മാക്കണം. അതവിടെ ഇരുന്നോട്ടെ. കേറി മാക്കണം. ചൂടാവല്ലേ? സൗന്ദര്യം നീ ഇത് ഇവിടെ നിന്നാണ് ഇത്ര ടൈമിങ് വരുന്ന കുരിപ്പേ? പിന്നെ അതൊന്ന് പിടിച്ചേക്കണേ. അല്ലെങ്കിൽ നമ്മുടെ പ്രേമൊക്കെ എഴുതി വെക്കുന്ന എന്തിനാ? അത് നമ്മുടെ മനസ്സിലുണ്ടായ പോരെ അല്ലേ? ഇതാണ് ടീന കുഞ്ഞച്ചൻ. എന്താ തലയില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ അവള് തലതെറച്ചവളാണ്. ഈ ഓട് പൊട്ടിക്കുന്ന മുതലാണ് അവളുടെ അപ്പൻ, കരാട്ടെ കുഞ്ഞച്ചൻ. നമ്മുടെ PTA പ്രസിഡന്റാ. നമ്മുടെ തോട്ടത്തിലെ പൈനാപ്പിളിൽ ജൈവവളം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതാണ് ഇന്റർനാഷണൽ ക്വാളിറ്റി. പുറത്തേക്ക് നോക്കുന്നുണ്ടോ? പിന്നെ പുറത്തുനിന്നൊക്കെ ഡെയിലി വിളി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് വേണ്ടതും ജൈവവളമാ. നിന്റെ അമ്മ വിളിക്കുന്നു. എന്താടേ? അവനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലല്ലോ. അവൻ്റെ അടുത്ത് ഇപ്പൊ ഉണ്ട്, ഞാൻ കൊടുക്കാം. വേണ്ട, അവന്റെ തിരക്ക് കഴിയുമ്പോ എന്നെ വിളിക്കാൻ പറഞ്ഞാ മതി. ഉടക്കല്ലേ നീ? അമ്മ വിളിക്കുന്നതാ, സംസാരിക്കും. നിനക്ക് എന്താ ഒന്ന് ഫോൺ എടുത്താല്? ഞാൻ ഇന്നലെ മുതൽ എത്ര വട്ടം വിളിച്ചു. അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഇനി അവിടെ ഓക്കെ അല്ലെങ്കിൽ തിരിച്ചു വരട്ടെ. അവിടെ ഹോസ്റ്റൽ നോക്കാന്ന്. ഹോസ്റ്റലില്ല. അവനെന്തിനാ ഹോസ്റ്റലിൽ നിർത്തണേ? ഇവിടെ എന്തിന്റെ കുറവാ? അവൻ വന്നപ്പോഴേ എനിക്കൊരു കൂട്ടായത്. ഇവിടെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ. അല്ല നീ ക്ലാസ് വിട്ടേ നേരെ എൻ്റെ അടുത്തോട്ട് വന്നോ. എന്നിട്ട് എന്നെ ചുറ്റിപ്പറ്റി നിൽക്ക്. ആസ്വാദനം എന്തെങ്കിലുമൊക്കെ തരാം. വീട് മുഴുവൻ പുച്ഛിച്ചുകളല്ലേ. സ്പെഷ്യൽ ക്ലാസ്സിന് ക്ലാസ്സില്ലേ? അറ്റൻഡൻസ് ഉണ്ടാവും, പക്ഷെ ക്ലാസ് ഉണ്ടാവില്ല. The ethanol is dehydrated in the presence of sulfuric acid. എന്താ അവിടെ? സ്റ്റാൻഡ് അപ്പ്. എന്താ അവിടെ പരിപാടി? ഞാൻ ഡൗട്ട് ചോദിക്കായിരുന്നു മിസ്.
ഡൗട്ടോ? എന്ത് ഡൗട്ട്? ആസിഡിനെ പറ്റി. ആസിഡ്? റബ്ബർ ഷീറ്റിൽ ഏത് ആസിഡാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. ഓഹോ, H2SO4ന്റെ കെമിക്കൽ നെയിം എന്താ? മെർക്കുറി. സൈലൻസ്. Both of you come here. Get out. Thank you, miss. Thank you. നിനക്കും പുറത്തു പോണോ? അല്ല മിസ്സേ, ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എല്ലാവരും കുറെ ആയി വെയിറ്റ് ചെയ്യുന്നു. ഞാനും കൂടി ചെന്നാലും റിഹേഴ്സൽ നടക്കും. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ചാട്ടവും തുള്ളൊക്കെ മതി. അവിടെ ഇരിക്കെ. ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ അല്ലേ മിസ്സേ, ഞങ്ങൾക്കൊന്നും ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം. ആഘോഷിച്ചോ. അവസാനം ഇന്റേണൽ മാർക്സ് ചോദിച്ചു വരുമ്പോ ഞാനും ഒരു ആഘോഷമാക്കും കേട്ടോ. എടാ, നീ കോരമംഗലം 3 സ്റ്റാർ ഹോട്ടലിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി കഴിക്കാം. നിന്റെ അതെ, അവന്മാര് വന്നു. കാശ് എടുക്കും. ടച്ചിങ്സ് വേണ്ടേ? അപ്പൊ പോയരാ. നിക്കണേ. താനേതാ? ഞാൻ ഇവിടെ പഠിക്കണം ടീച്ചർ. ഏത് ഡിപ്പാർട്ട്മെന്റ്? കൊമേഴ്സിൽ. കൊമേഴ്സാ? ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തോളൂ. വീട് എവിടെ നിന്റെ? കൊച്ചിയിലാണ്, പള്ളുരുത്തി. കൊച്ചി. നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? നിന്റെ കണ്ണു നിരിപ്പുണ്ടല്ലോ. നീ എവിടെയാ കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ? കാണിച്ചേ, ആ പോക്കറ്റിൽ നിന്ന് കാണിച്ചേ. പോക്കറ്റിൽ എന്നാ നോക്കട്ടെ. ഈ പോക്കറ്റിൽ നിന്ന് കാണിച്ചേ. പഠിക്കാൻ വന്നതിന്റെ എന്തിനാ ഇത്ര പൈസ? അമ്മ എനിക്ക് തന്നാണ്. ഞാൻ ഇവിടെ അമ്മാവൻ്റെ വീട്ടിലാണ് നിന്ന് പഠിക്കണം. നീ ആ ഷൂസ് ഒന്നും ഒരിക്കേ. ടീച്ചർ എൻ്റെ ഒന്നും ഞാൻ നോക്കട്ടെ. ആ സോക്സ് നൂരി കുടഞ്ഞേ. നിന്റെ കയ്യിലൊന്നും ഇല്ല, പിന്നെ പേടിക്കുന്നത് എന്തിനാടാ? എന്താ ടീച്ചറെ, എന്താ പ്രശ്നം? സാറേ, ഇവൻ കഞ്ചാവാണോന്നൊരു സംശയം. ഞാനൊന്ന് പരിശോധിച്ചതാ. നല്ലതാ. ഇപ്പൊ സ്വർണം കടത്തണ മാതിരിയാണ് പല ദ്വാരങ്ങളെ ഒരു സാധനം വെക്കണത്. ടീച്ചർ എല്ലാ ദൂരം പരിശോധിച്ചിട്ട് വിട്ടാ മതി. ആ മക്കളെ, ടീച്ചർ എൻ്റെ അങ്ങനെ ഒരു സാധനവും ഇല്ല. നിനക്കൊരു പണിയുണ്ട്. നീ എൻ്റെ കൂടെ വാ. ഇത് മേടിക്കാൻ ഓഡിറ്റോറിയത്തിൽ കൊണ്ട് കൊടുക്ക. പോ. അവനെ മെർക്കുറി നോക്കിടാ, സീനായി. എന്തിനാടാ? എടാ, അവർക്ക് വെക്കാൻ വല്ല കാരണമാണ്. ഹലോ, കഥ പറഞ്ഞെങ്കിൽ പോവാം. ഗ്ലൂക്കോസ് അല്ല കയ്യിലിരിക്കണം. പെട്ടെന്ന് കേറ്. ഈ തൊലിഞ്ഞ ഡാൻസ് ഒക്കെ നാളെ കാണാൻ ഇതിലേക്ക് റിവ്യൂ പറയേണ്ടി വരുമോ?